ന്യൂക്ലിയോടൈഡ് 1, ന്യൂക്ലിയോടൈഡ് 2, ന്യൂക്ലിയോടൈഡ് 3, ഇങ്ങനെ n നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡിനെ ഇങ്ങനെ ജോയിൻ ചെയ്താണ് നമ്മളുടെ ഒരു പോളിന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ചെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ എത്ര ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട്? എത്ര പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ ഉണ്ട്? 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളാണ് DNA-യിലുള്ളത്. നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെപ്ലിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു പുതിയ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്, മോളിക്കുലാർ ബയോളജി. അപ്പോ കുറച്ചു പേർക്ക് വളരെ എളുപ്പമുള്ള ഒരു മൊഡ്യൂൾ ആയിരിക്കും മോളിക്കുലർ ബയോളജി. അതേപോലെ തന്നെ കുറച്ചു പേർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള മൊഡ്യൂളും ആയിരിക്കും മോളിക്കുലർ ബയോളജി. ഉദാഹരണം, നമ്മുടെ CSIR, നെറ്റ്, JRF-നെയൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും മോളിക്കുലർ ബയോളജി. അതേ സമയത്ത് PG മാത്രം പഠിച്ച ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒന്നുമില്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ PGക്കും ഡിഗ്രിക്കും പഠിച്ചതുപോലെ അല്ല, നമുക്ക് കുറച്ചുകൂടെ വേറൊരു രീതിയിൽ നമുക്ക് ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കാം. അപ്പൊ അതിനകത്ത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് ചോദിക്കുന്ന മോളിക്കുലാർ സെല്ലിൽ നിന്നൊക്കെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് വരാറുള്ളത്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചിരിക്കുക. ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു ചിന്തയെ മനസ്സിൽ നിന്ന് കളയുക. നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ മോളിക്കുലാറും സെല്ലും ഒക്കെ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം, ഇത് ആക്ച്വലി ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ ഇത് പഠിച്ചാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്തൊക്കെ എളുപ്പമാക്കാം? ഇമ്മ്യൂണോളജി എളുപ്പമാക്കാം, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ബയോളജി എളുപ്പമാക്കാം. ഇവിടെയാണ് അതിന്റെയൊക്കെ ബേസിക്സ് കിടക്കുന്നത്, ഇവിടെയാണ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ബയോകെമിസ്ട്രിയും മോളിക്കുലാർ ബയോളജിയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ കൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരും. ഇമ്മ്യൂണോളജി, ഡെവലപ്മെന്റൽ ബയോളജി ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് സമയം അധികം കളയാനില്ല. ബുദ്ധിമുട്ടാണ്, ആദ്യമേ അങ്ങനെ ഒരു സാധനം മനസ്സിൽ വെച്ചുകൊണ്ട് കേട്ട് തുടങ്ങരുത്. നമ്മൾ ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഒരു റെപ്ലിക്കേഷൻ പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബയോകെമിസ്ട്രി ആണ്, ബയോകെമിസ്ട്രി, സെൽ ബയോളജി ആണ്, സെൽ ബയോളജി പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രീവിയസ് നോളജിന്റെ ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, എല്ലാം ബേസിക്സ് മുതലാണ് പറയുന്നത്. അപ്പം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല എന്നൊരു ചിന്ത ആദ്യമേ തന്നെ മാറ്റിക്കളഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നമുക്കിനി അധികം സമയം കളയണ്ട. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, ഇൻട്രസ്റ്റ് ഇല്ലാത്തത് എന്നുള്ള കാറ്റഗറി ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. നമ്മൾ ഡിഗ്രിയോ PGയോ ഒന്നും അല്ല, നമുക്കിതെല്ലാം പഠിക്കണം. ഇൻട്രസ്റ്റ് ഉള്ളതും ഇഷ്ടമല്ലാത്തതും ഇഷ്ടമുള്ളതും ഒക്കെ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാധനം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് താല്പര്യത്തോടു കൂടി പഠിക്കാനായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് വൺ, DNA റെപ്ലിക്കേഷൻ. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് DNA റെപ്ലിക്കേഷൻ. അപ്പൊ നേരെ റെപ്ലിക്കേഷനിലേക്ക് തുടങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഓൾറെഡി പല ടൈപ്പ് അല്ലെ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് പല കാറ്റഗറി ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ആളുകൾക്കും അറിയാൻ വയ്യാത്ത ആളുകൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ വേണം പറഞ്ഞു പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ പറയുന്നത് റെപ്ലിക്കേഷനിലേക്ക് നേരെ എടുത്ത് ചാടുവല്ല. ബയോകെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക് ഉണ്ട്, ന്യൂക്ലിയോടൈഡ്സ് അല്ലെങ്കിൽ DNA എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പൊ ആദ്യം DNA എന്താണ്, DNA എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, DNA എങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ട് ഈ ടോപ്പിക്ക് നിങ്ങൾ ബയോകെമിസ്ട്രിയിൽ ഓൾറെഡി കവർ ചെയ്യും. എന്നാലും റെപ്ലിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ നിന്നുള്ള കുറച്ച് ടോപ്പിക്ക് നമ്മളൊന്ന് അടർത്തി മാറ്റി ഇവിടെ കൊണ്ടുവന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതേ ക്ലാസ് ന്യൂക്ലിയോടൈഡിനെ പറ്റി, DNA പറ്റിയിട്ടുള്ള ക്ലാസ് ബയോകെമിസ്ട്രിയുടെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഓൾറെഡി ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കിക്കേ. DNA ഇസ് കമ്പോസ്ഡ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. മനസ്സിലാക്കുക, നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടിട്ടാണ്. ഈ കോശങ്ങൾക്കകത്ത് അല്ലെ, സെല്ലിനകത്ത് മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്താണ് നമ്മളുടെ ക്രോമസോമുകൾ ഇരിക്കുന്നത് അല്ലെ. ക്രോമസോം എന്ന് പറയുന്നത് DNA കൊണ്ട്, DNA നല്ല കോമ്പാക്ട് ആയിട്ട് ചില പ്രോട്ടീനുകളൊക്കെ ആയിട്ട് ചേർത്ത് ബ്രാക്കറ്റുകളാക്കി വെച്ചേക്കുന്നതാണ് ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്രോമസോം മനസ്സിലാക്കുക, ക്രോമസോം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് DNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ DNA നിർമ്മിച്ചിരിക്കുന്നത്, ഇപ്പൊ DNA ലൊക്കേഷൻ മനസ്സിലായല്ലോ, സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്ത് DNA ഇരിക്കുന്നു. ആൻഡ് ദിസ് DNA is composed of polynucleotide chain. നിങ്ങൾക്കറിയാം DNA സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ, ഇത് നല്ല ചുറ്റുഗോവണി മാതിരിയുള്ള സ്ട്രക്ചർ ആണ്. ഇതാ ഇതുമാതിരി അല്ലെ, ഇങ്ങനെയാണ് DNA ഇരിക്കുന്നത്. അപ്പൊ ഇത് 2 സ്ട്രാൻഡ് ഉണ്ട്, ഡബിൾ സ്ട്രാൻഡ് ആണ്. സ്ട്രാൻഡ് 1. ഓക്കെ, ആൻഡ് ദിസ് വൺ ഈസ്
സ്ട്രാൻഡ് 2, ഇത് സ്ട്രാൻഡ് 2. അങ്ങനെ 2 സ്ട്രാൻഡുകൾ കൊണ്ടാണ് നമുക്ക് DNA കാണാൻ സാധിക്കുക. അത് ചുറ്റുഗോവണി മാതിരി ഹെലിക്സ് ആയിട്ട് ഇങ്ങനെയാണ് പിണഞ്ഞാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഈ ഒരു സ്ട്രാൻഡ് ഈസ് 1 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ 2ലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ആ ഒന്നിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, ദിസ് വൺ സ്ട്രാൻഡ്, ദിസ് ഇസ് എ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഒരു മുത്തുമാല എങ്ങനെയാണ് അല്ലെ, അതേമാതിരിയാണ് ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇറ്റ്സ് ലൈക്ക് എ സിംഗിൾ ബീഡ്സ് ഓൺ റിംഗ് ഇപ്പൊ പറയുന്നില്ല. ഒരു മുത്തുമാല എങ്ങനെയാണ് അതേമാതിരിയാണ് അല്ലെ. എങ്ങനെയാ മുത്തുമാല ഉണ്ടാക്കിയിരിക്കുന്നത്? ചെറിയ ചെറിയ മുത്തുകളെ കോർത്തിണക്കിയിട്ടാണ് മുത്തുമാല ഉണ്ടാക്കിയിരിക്കുന്നത്. DNA അതുപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മുത്തുമാലയെ നമുക്ക് എന്ത് വിളിക്കാം? പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് വിളിക്കാം. പോളി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എന്നാണ് അർത്ഥം. പോളി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മൾട്ടിപ്പിൾ എന്നാണ് അർത്ഥം അല്ലെ. മൾട്ടിപ്പിൾ എന്താണ്? ന്യൂക്ലിയോടൈഡുകളാണ്. മൾട്ടിപ്പിൾ ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ DNA ഉണ്ടാക്കിയിരിക്കുന്നത് 2 സ്ട്രാൻഡുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ കൊണ്ടിട്ടാണ്. അതിൽ ഒരു ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഒരു മാല ഉണ്ടാക്കിയിരിക്കുന്നത് മൾട്ടിപ്പിൾ മുത്തുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് അല്ലെ. അപ്പൊ ഈ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ധാരാളം ഇവിടുത്തെ മുത്തുകളാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് 1, ന്യൂക്ലിയോടൈഡ് 2, ന്യൂക്ലിയോടൈഡ് 3, ഇങ്ങനെ n നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡിനെ ഇങ്ങനെ ജോയിൻ ചെയ്താണ് നമ്മളുടെ ഒരു പോളിന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ചെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ എത്ര ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട്? എത്ര പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ ഉണ്ട്? 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളാണ് DNA-യിലുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മുത്തായിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളാണ്. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡ് എന്താണ്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA അല്ലെങ്കിൽ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഒക്കെ എടുത്ത് കളഞ്ഞിരിക്കും. നമ്മൾ മുത്തുമാലയിലെ മുത്താണ് ന്യൂക്ലിയോടൈഡ് അല്ലെ. മുത്തുമാല പോളി ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ് ആണ്. അതിലെ മുത്താണ് എന്ത്? ന്യൂക്ലിയോടൈഡ്. അത് അത്രയും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ന്യൂക്ലിയോടൈഡ്. മുത്തുമാലയിലെ മുത്താണെന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. സോ മുത്തുകളെ കൂട്ടിച്ചേർത്ത് മുത്തുമാല ഉണ്ടാക്കിയിരിക്കുന്നു. ന്യൂക്ലിയോടൈഡുകളെ കൂട്ടിച്ചേർത്ത് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നു. മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മൾ ന്യൂക്ലിയോടൈഡ് പറയുമ്പോൾ ന്യൂക്ലിയോടൈഡിനകത്തുള്ളത് ഈ നോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങളത് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ നമുക്കത് പറയാം. സെയിം പോയിന്റുകളിലേക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആ മുത്തുമാലയിൽ കണ്ട അതേ സ്ട്രക്ചർ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നോക്കിയേ, ഇതില് ഈ ഗ്രേ കളറിൽ കാണുന്നത് കണ്ടോ? ഈ ഗ്രേ കളറിൽ കാണുന്നത് നമ്മളുടെ DNA-യുടെ ബാക്ക് ബോൺ ആണ്. കണ്ടോ? ബാക്ക് ബോൺ ആണ്. അതാണ് ഒരു പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ് 1. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ സ്ട്രാൻഡ് 2. നമ്മളിപ്പോ ഓൾറെഡി ഞാൻ വരച്ചു, കുറച്ചുകൂടെ വൃത്തിയുള്ള പടം കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പോകേണ്ടത് ഇത് അല്ലെ. ഈ 1 സ്ട്രാൻഡ് ഈസ് മേഡ് അപ്പ് ഓഫ് മൾട്ടിപ്പിൾ ന്യൂക്ലിയോടൈഡുകളെ കൊണ്ടിട്ടാണ് ഈ സ്ട്രാൻഡുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ് അല്ലെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഷുഗർ. ഈ കാണുന്ന പാർട്ടാണ് ഷുഗർ എന്ന് പറയുന്നത്. ഇതെന്താണ്? ദിസ് ഈസ് കോൾഡ് ഷുഗർ. ഇതെന്താണ്? ഇതാണ് നൈട്രജൻ ബേസ്. ഇതെന്താണ്? ഇതാണ് ഫോസ്ഫേറ്റ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നിട്ടുള്ളതാണ്? നമുക്ക് ഇപ്പൊ പറയാലോ. ആരൊക്കെ ചേർന്നതാണ്? ഷുഗർ പ്ലസ് അടുത്ത ആരാണ്? നൈട്രജൻ ബേസ് പ്ലസ് ഫോസ്ഫേറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണ്? ഷുഗർ, നൈട്രജൻ ബേസ് ആൻഡ് ഫോസ്ഫേറ്റ്. ഇവര് 3 പേരും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ബേസിക്കിലേക്ക് പോവാം. ചിലപ്പോൾ ന്യൂക്ലിയോടൈഡ് ആയിരിക്കില്ല ചോദിക്കുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ന്യൂക്ലിയോസൈഡ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ നോക്കിയേ, ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ഈക്വൽ ടു ന്യൂക്ലിയോസൈഡ്. അപ്പൊ 2 ടേം നമ്മൾ പഠിച്ചു. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗറും നൈട്രജൻ ബേസും മാത്രമുള്ളതിനെ നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് വിളിച്ചു. ഷുഗറും നൈട്രജൻ ബേസും ഫോസ്ഫേറ്റും കൂടെ വരുമ്പോൾ നമ്മൾ അതിനെ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിച്ചു. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഓരോ ന്യൂക്ലിയോടൈഡിന് ആരൊക്കെയാണ് ന്യൂക്ലിയോടൈഡ്? നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്.
അല്ലെ? അപ്പൊ ഇതിന് ഒരു ന്യൂക്ലിയോടൈഡ് 1 പ്ലസ് ന്യൂക്ലിയോടൈഡ് 2 ന്യൂക്ലിയോടൈഡ് 3 ഇങ്ങനെ മൾട്ടിപ്പിൾ ന്യൂക്ലിയോടൈഡുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ ആ ഒരു സ്ട്രാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ? അതുപോലെ അടുത്ത സ്ട്രാൻഡ് ന്യൂക്ലിയോടൈഡ് 1 ന്യൂക്ലിയോടൈഡ് 2 ന്യൂക്ലിയോടൈഡ് 3 ഇങ്ങനെ അടുത്ത സ്ട്രാൻഡ്. എന്നിട്ട് ഈ സ്ട്രാൻഡുകളെ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് പ്രോഗ്രഷൻ, എല്ലാം കൂടി ഒരുമിച്ച് പറയില്ല. ഓക്കെ, അപ്പൊ 2 സ്ട്രാൻഡ് നിർമ്മിച്ചു സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ കൂട്ടി യോജിപ്പിച്ചു ബൈ ഹൈഡ്രജൻ ബോണ്ടിലേക്കൊക്കെ വരാം. അപ്പൊ നമ്മൾ അഗെയിൻ ന്യൂക്ലിയോടൈഡിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരുവാണ്. നമുക്ക് ആ സ്ട്രക്ചർ ഒന്ന് പറയണം, അതിലെ ബോണ്ടുകളും പറയണം. ചോദിച്ചിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ബേസിക് ആണ്, മനസ്സിലാക്കി പോവുക. ഓക്കെ, അപ്പൊ ഷുഗർ എന്ന് പറഞ്ഞു, ന്യൂക്ലിയോടൈഡിലെ ആദ്യത്തെ കമ്പോണന്റ് ആണ് ഷുഗർ. ഈ കാണുന്നതാണ് ഷുഗർ. അപ്പൊ ഈ ഫിഗറിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, DNA ഷുഗർ. ഓക്കെ, ഷുഗർ ആണ് ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. DNA ഷുഗറിന്റെ പേരാണ് റൈബോസ് ഷുഗർ. സോറി, ഡിയോക്സി റൈബോസ് ഷുഗർ. ആരാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ. ഡിയോക്സി റൈബോസ് ഷുഗർ മനസ്സിലാവല്ലോ. DNA ഷുഗറിന്റെ പേരാണ് ഡിയോക്സി റൈബോസ് ഷുഗർ. അപ്പൊ ഈ കാണുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. എന്താണ് ഈ ഡിയോക്സി റൈബോസ് ഷുഗർ? ഫണ്ടമെന്റൽ ആണ്, മനസ്സിലാക്കി വെക്കുക. റൈബോസ് എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. RNA ഷുഗർ ആണ് എന്ത്? റൈബോസ് ഷുഗർ. RNA is also made up of nucleotide. ഈ ന്യൂക്ലിയോടൈഡ് ഇതുപോലെ തന്നെ ചെയിൻ ആക്കിയിട്ടാണ് RNA-യും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്തെ ഷുഗർ ആണ് റൈബോസ് ഷുഗർ. DNA ഷുഗർ ആണ് ഡിയോക്സി റൈബോസ് ഷുഗർ. എന്താണ് ഇവർ തമ്മിലുള്ള പ്രത്യേകത? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഡിയോക്സി റൈബോസ് ആൻഡ് സ്ട്രക്ചർ ആണ് ഇത്. നമുക്ക് ഇതിനെ റൈബോസ് ആക്കി മാറ്റാം. കണ്ടോ, ഞാൻ എന്താ ഇവിടെ ഒരു OH ഇട്ട് കൊടുത്തു അല്ലെ? O ഇട്ട് കൊടുത്തു. അപ്പൊ ഇതാരായിട്ട് മാറി? ഇതിപ്പോ റൈബോസ് ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് മനസ്സിലാക്കുക, DNA-യിലെയും RNA-യിലെയും ഷുഗർ എന്ന് പറയുന്നത് പെന്റാമർ ആണ്. പെന്റാമർ ആണ്. ഓക്കെ, പെന്റാമർ എന്ന് വെച്ചാൽ 5 കാർബൺ ആറ്റം ഉണ്ട്. ദാ കാർബൺ ആറ്റം 1, കാർബൺ ആറ്റം 2, 3, 4 കണ്ടോ, ആൻഡ് 5. അങ്ങനെ 5 കാർബൺ ആറ്റമാണ് നമ്മുടെ DNA-യിലെ ഷുഗറിനും RNA-യിലെ ഷുഗറിനും ഒക്കെ ഉള്ളത്. 5 കാർബൺ ആറ്റംസ് ആണ്. ഞാനൊന്ന് വരയ്ക്കാം. ദാ നോക്കിക്കേ, കണ്ടോ, 5 കാർബൺ ആറ്റം. കാർബൺ നമ്പർ 1, കാർബൺ നമ്പർ 2, കാർബൺ നമ്പർ 3, കാർബൺ നമ്പർ 4 ആൻഡ് 5. കണ്ടോ, CH2OH. ഇതാണ് 5th കാർബൺ. മനസ്സിലാക്കി വെക്കണം. ഇത് നമുക്ക് റെപ്ലിക്കേഷനിൽ ബാക്കി വരുന്ന എല്ലായിടത്തും ഇമ്പോർട്ടന്റ് ആണ്. ലൊക്കേഷൻ ഒക്കെ പഠിച്ചു വെക്കണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമിന് ഇത് ചോദിക്കുവോ എന്നല്ല, നമുക്ക് റെപ്ലിക്കേഷൻ മനസ്സിലാവണോ, ട്രാൻസ്ക്രിപ്ഷൻ മനസ്സിലാവണോ, ഇതൊക്കെ ആവശ്യമാണ്. ഈ നമ്പർ ഒക്കെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതിൽ രണ്ടാമത്തെ കാർബൺ എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ എവിടെ വരും? സെക്കൻഡ് കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ എവിടെ വരും? ദാ ഇതാണ് സെക്കൻഡ് കാർബൺ ആറ്റം. ശരിയല്ലേ? ഇതാണ് നമ്മളുടെ സെക്കൻഡ് കാർബൺ ആറ്റം. ഓക്കെ, സെക്കൻഡ് കാർബൺ ആറ്റം അല്ലെ? സെക്കൻഡ് കാർബൺ ആറ്റം. ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തില് ഒരു സെക്കൻഡ്, ഇനി നോക്കിക്കോ, ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തില് കണ്ടോ, ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? OH ആണ് ഉണ്ടാവുക. ആരുടെ കേസില്? ഇൻ കേസ് ഓഫ് റൈബോസ്. ഇൻ കേസ് ഓഫ് റൈബോസ് എന്താണ് ഉണ്ടാവുക? OH ആണ് ഉണ്ടാവുക. തേർഡിൽ ഓൾറെഡി എന്തുണ്ട്? തേർഡിൽ എപ്പോഴും ഡിയോക്സി റൈബോസ് ആണെങ്കിലും റൈബോസ് ആണെങ്കിലും ഓൾവേസ് അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? OH ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ സെക്കൻഡ് കാർബൺ ആറ്റാണ് വളരെ പ്രധാനപ്പെട്ടത്, അതുകൊണ്ടാണ് അതിനെ പറ്റി പറയുന്നത് കേട്ടോ. ഓക്കെ, തേർഡിൽ എപ്പോഴും OH ആയിരിക്കും ഉണ്ടാവുക, ബോത്ത് ഇൻ കേസ് ഓഫ് റൈബോസ് ആൻഡ് ഡിയോക്സി റൈബോസ്. ഓക്കെ, ബാക്കി ഫോർത്തിൽ നിന്ന് ഒരു CH2OH, ഇത് 5th കാർബൺ, ഫസ്റ്റ് കാർബൺ ആയിട്ട് അല്ലെ, അവിടെയും OH ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നമുക്ക് പറയുന്നത് എന്താണ്? സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ OH ആണെങ്കിൽ ഷുഗറിന്റെ പേരെന്താണ്? റൈബോസ് ഷുഗർ. ഇത് കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ ഇതേ സാധനം വരും, പഠിച്ചോളൂ. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, ഇതിനെ നമുക്ക് ഡിയോക്സി റൈബോസ് ആക്കണം എന്ന് വെച്ചാൽ DNA-യിലെ ഷുഗർ ആക്കണം. അപ്പൊ ആ പേരിനകത്തുണ്ട് ഡിയോക്സി. ഡി എന്ന് വെച്ചാൽ റിമൂവ് എന്നാണ് അർത്ഥം അല്ലെ? ഡിയോക്സി ഇല്ല. ആരില്ല? ഓക്സി ഇല്ല. ആരാണ് ഓക്സി? ഓക്സി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ അങ്ങ് മാച്ച് കളയാം അല്ലെ? O ഇല്ല അല്ലെ? O ഇവിടെ ഇല്ല. നോക്കിക്കേ,
ഡിയോക്സി. ഓക്സിനെ നമ്മൾ റിമൂവ് ചെയ്തു. ആൻഡ് നൗ ഇപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം? നൗ ഇറ്റ് ഈസ് ഡിയോക്സി റൈബോസ്. പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ? സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ O ഉണ്ടെങ്കിൽ അത് ആരായിട്ട് മാറും? റൈബോസ് ആയിട്ട് മാറും. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ O ഇല്ല, അവിടെ H മാത്രമേ ഉള്ളൂ, ഈ കണ്ടീഷൻ ആണെങ്കിൽ അത് ആരായിട്ട് മാറും? അത് ഡിയോക്സി റൈബോസ് ആയിട്ട് മാറും. ഡിയോക്സി റൈബോസ് ആയിട്ട് മാറും. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മനസ്സിലാകാത്തവരെയും കൂടെ ഉദ്ദേശിച്ചാണ്. ഓക്കെ, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ ഷുഗറിനെ പറ്റി പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? ന്യൂക്ലിയോടൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഷുഗർ, nitrogen base, phosphate. Nucleoside is composed of nitrogen base and sugar. Okay. ഇതിൽ നമ്മൾ പഠിച്ചു RNA-യിലും DNA-യിലും ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ബോത്ത് ആർ കമ്പോസ്ഡ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. RNA-യിലെ ഷുഗറിന്റെ പേര് നമ്മൾ പഠിച്ചു റൈബോസ്. എന്താ പ്രത്യേകത? സെക്കൻഡ് കാർബൺ ആറ്റം 2' OH ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ആൻഡ് ഡിയോക്സി റൈബോസ് DNA-യിലെ ഷുഗർ ആണ്. എന്താണ് പ്രത്യേകത? 2' അല്ലെങ്കിൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തില് O ഉണ്ടാവില്ല, H ആയിരിക്കും ഉണ്ടാവുക. പേരും അങ്ങനെ തന്നെയാണ്, ഡിയോക്സി റൈബോസ്. DNA-ക്ക് ആ പേര് വന്നത് എവിടുന്നാന്ന് മനസ്സിലായല്ലോ? DNA എന്ന് പറഞ്ഞത് എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ആ പേര് എവിടുന്നാ വന്നതെന്ന് മനസ്സിലായല്ലോ? ഫ്രം ദാറ്റ് ഷുഗർ. ആ പേരിൽ നിന്ന്, ആ ഷുഗറിന്റെ അകത്തു നിന്നാണ് ആ പേര് വന്നത്. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞത് ഷുഗറിനെ പറ്റിയാണ്, 5 കാർബൺ ഷുഗറിനെ പറ്റിയാണ്. നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. RNA-യിലെയും DNA-യിലെയും ഷുഗറിനെ പറ്റി പറഞ്ഞു. ഇനി ഈ ഷുഗറിന്റെ ഒന്നാമത്തെ കാർബൺ ആറ്റം, ഇതാണല്ലോ ഒന്നാമത്തെ കാർബൺ ആറ്റം. ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലെ OH-ലേക്കാണ് നൈട്രജൻ ബേസ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലെ OH-ലേക്കാണ് ആര് ജോയിൻ ചെയ്തിരിക്കുന്നത്? നൈട്രജൻ ബേസ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ അഡിനിൻ ആവാം, തൈമിൻ ആവാം, ഗ്വാനിൻ ആവാം, സൈറ്റോസിൻ ആവാം. ഓക്കെ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അല്ലെ? അപ്പൊ ഇവരിൽ ഏതെങ്കിലും ആവാം. അപ്പൊ ഇതിനെ ജോയിൻ ചെയ്തേക്കുന്നത് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലേക്കാണ്, അല്ലെ? നമുക്ക് ഈ നൈട്രജൻ ബേസിനെ 2 ആയിട്ട് തിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറയുന്നതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പ്യൂരിൻസ് ഒരു കോഡ് ഉണ്ട്. പ്യൂരിൻസിനെ മനസ്സിലാക്കാൻ നമുക്ക് പുക എന്ന് ഓർത്താൽ മതി. പുക എന്താണ് പുക എന്ന് പറഞ്ഞാല്? പ്യൂരിൻസ് ആരൊക്കെയാണ് പ്യൂരിൻസ്? ഗ്വാനിൻ ആൻഡ് അഡിനിൻ. പുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യൂരിൻസ് ആർ ഗ്വാനിൻ ആൻഡ് അഡിനിൻ. ബാക്കി നമ്മൾ പറയാനുള്ളത് ആരൊക്കെയാണ്? തൈമിൻ, സൈറ്റോസിൻ, പിന്നെ RNA-യിൽ മാത്രം കാണുന്ന ഷുഗർ യുറാസിൽ. ഓക്കെ. അപ്പൊ തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ ഇവരായിരിക്കും ആര്? പിരമിഡിൻ. ഇപ്പൊ രണ്ടും പഠിക്കണോ? ഇത് ബേസിക് ആണ്, അറിയാൻ മേലാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. പിരമിഡിൻ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. അത് പഠിക്കുകയേ വേണ്ട, ഒരെണ്ണം പഠിച്ചാൽ മതി. പുക ഓർത്താൻ പറ്റത് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെ? പ്യൂരിൻസ് ആർ ഗ്വാനിൻ ആൻഡ് അഡിനിൻ എന്ന് ഓർത്താൽ മതി. ഇപ്പോഴും മാറിപ്പോകുന്ന കുറച്ച് പേരുണ്ട്, വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇത് അത്തരത്തിലുള്ള നൈട്രജൻ ബേസ് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലേക്ക്, ഒന്നാമത്തെ കാർബൺ ആറ്റം ഷുഗറിന്റെ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ആണ്. അതിനെ നമ്മൾ 5ാമത്തെ കാർബൺ ആറ്റത്തിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അടുത്തത് നമ്മൾ കണ്ട ഫിഗർ ഒന്നുകൂടെ വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചിരിക്കുവാണ്. ഒരു ന്യൂക്ലിയോടൈഡ് ആണ്, ഷുഗർ ഉണ്ട്, അതുപോലെ നമ്മളുടെ നൈട്രജൻ ബോണ്ട് ഉണ്ട്, ദെൻ ഫോസ്ഫേറ്റ് ഉണ്ട്, അല്ലെ? ഇനി നമ്മൾ ബോണ്ടുകളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇത് ഷുഗർ ആണ്. ഈ ഷുഗറിനെയും ഒന്നാമത്തെ കാർബൺ ആറ്റം ഓഫ് റൈബോസിനെയും ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്, അല്ലെ? ഷുഗറിനെയും നൈട്രജൻ ബേസിനെയും ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്, ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്. ഇതിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിൽ പഠിക്കും. ഓക്കെ. നെക്സ്റ്റ് വൺ വരുന്നത് ഇവിടെ നോക്കിക്കേ, നമ്മളുടെ ഫോസ്ഫേറ്റിനെയും നമ്മളുടെ ഈ പറയുന്ന നൈട്രജൻ ബേസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ടിന്റെ പേരാണ് ആരൊക്കെയാണ്? ഷുഗറിനെയും ഫോസ്ഫേറ്റിനെയും ബന്ധിപ്പിക്കുന്ന ബോണ്ടിന്റെ പേരാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ നമുക്ക് ആരെയാ പറയേണ്ടത്? ഈ ഫോസ്ഫേറ്റുകളെ തമ്മിൽ നമുക്ക് ചിലപ്പം ട്രൈ ഫോസ്ഫേറ്റ് ആവാം, അതായത് 3 ഫോസ്ഫേറ്റ് ഇവിടെ വരാം, ചിലപ്പോൾ 2 ഫോസ്ഫേറ്റ്, ഈ ഫിഗറിൽ കാണുന്ന പോലെ 2 ഫോസ്ഫേറ്റ് വരാം. അപ്പൊ ഇവരെ നമുക്ക് യോജിപ്പിക്കണം. അപ്പൊ ഇവര് തമ്മിലുള്ള ബോണ്ട്, അതായത് ഫോസ്ഫേറ്റും തമ്മിലുള്ള ബോണ്ടാണ് ഫോസ്ഫോ
അൺഹൈഡ്രൈഡ് ബോണ്ട്. അൺഹൈഡ്രൈഡ് ബോണ്ട്. 3 ബോണ്ടുകൾ പഠിച്ചോ? വളരെ പ്രധാനപ്പെട്ട 3 ബോണ്ടുകളാണ്. ചിലപ്പോൾ ഫിഗർ തന്നിട്ട് ഫില്ല് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഗ്ലൈക്കോസൈഡിക് ബോണ്ട്, ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് അല്ലെ. അടുത്തത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്, ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ആണ്. ദെൻ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഫോസ്ഫേറ്റും തമ്മിലുള്ള ബോണ്ടാണ് അൺഹൈഡ്രൈഡ് ബോണ്ട്. അൺഹൈഡ്രൈഡ് ബോണ്ട്. എസ്റ്റർ ബോണ്ട് ഷുഗറും ഫോസ്ഫേറ്റും തമ്മിലുള്ള ബോണ്ടാണ്. മനസ്സിലായല്ലോ. ഇനി ഇവിടെ പറയാത്തൊരു ബോണ്ട് ഉണ്ട്, ദാറ്റ് ഈസ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ആണ് അടുത്തത് നമുക്ക് പറയേണ്ടത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പറഞ്ഞല്ലോ ന്യൂക്ലിയോടൈഡുകളെ മാല പോലെ കൂട്ടിച്ചേർത്താണ് നമ്മൾ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ന്യൂക്ലിയോടൈഡ് 1 ആണ്. ഇതാണ് എന്ത്? ന്യൂക്ലിയോടൈഡ് 1. ഓക്കെ, ന്യൂക്ലിയോടൈഡ് 1. അതായത് ന്യൂക്ലിയോടൈഡ് 2 ഇവിടെ വരുവേ. ന്യൂക്ലിയോടൈഡ് 2 ഇവിടെ വരും. അപ്പം അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. തിരിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ദിസ് ഇസ് ന്യൂക്ലിയോടൈഡ് 1, ദിസ് ഇസ് ന്യൂക്ലിയോടൈഡ് 2. അപ്പോ ഈ ന്യൂക്ലിയോടൈഡ് 1ന്റെ 3 പ്രൈമിൽ എന്തുണ്ടാവും? OH ഉണ്ടാവും അല്ലെ. 3 പ്രൈമിൽ OH ഉണ്ടാവും. ഓക്കെ, ഈ 3 പ്രൈമിൽ OH വന്നിട്ട് ഈ ഫോസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. കണ്ടോ? ആൽഫ ഫോസ്ഫേറ്റ് ആണ്. അതായത് ഫസ്റ്റ് കാണുന്ന ഫോസ്ഫേറ്റ് ആണ് ആൽഫ ഫോസ്ഫേറ്റ്, സെക്കൻഡ് കാണുന്ന ഫോസ്ഫേറ്റ് ആണ് ബീറ്റ ഫോസ്ഫേറ്റ്, 3 ഫോസ്ഫേറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഗാമ ഫോസ്ഫേറ്റ്. ആൽഫ ബീറ്റ ഗാമ കാണാം, ഒന്നുകൂടെ കാണാം ഇതിൽ. അപ്പൊ ഇവര് തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്തു അല്ലെ. ന്യൂക്ലിയോടൈഡ് 1ന്റെ 3 പ്രൈം OHലെ ആ ഓയും ന്യൂക്ലിയോടൈഡ് 2 ഇതാണ്. ഇതിന്റെ ഇവിടുത്തെ 5ാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റ് ആൽഫ ഫോസ്ഫേറ്റ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ബോണ്ടിനെയാണ് നമ്മൾ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. അപ്പൊ ഇപ്പൊ ഏതൊക്കെ ബോണ്ടുകൾ നമ്മൾ പഠിച്ചു? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് പഠിച്ചു. ഷുഗർ പ്ലസ് നൈട്രജൻ, ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ്. അടുത്തത് എന്താണ് പഠിച്ചത്? ഗ്ലൈക്കോസൈഡിക് ബോണ്ട് പ്ലസ് നൈട്രജൻ ബേസ്. ഫോസ്ഫോ അൺഹൈഡ്രൈഡ് ബോണ്ട്, ഫോസ്ഫേറ്റ് പ്ലസ് ഫോസ്ഫേറ്റ്. അടുത്തതാണ് ഡൈഎസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് അല്ലെ. 3 പ്രൈം OHും നമ്മളുടെ ന്യൂക്ലിയോടൈഡ് 5th ഫോസ്ഫേറ്റ് ആണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ബോണ്ട് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ആണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ് ആകുന്ന മുത്ത് ഫോസ്ഫോ പോളിന്യൂക്ലിയോടൈഡ് ആകുന്ന മാല ഇത് വെച്ചിട്ടാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഷുഗറും ബേസും മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. ഒരു ഫോസ്ഫേറ്റ് വരുമ്പോൾ അത് ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറി. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇനി ന്യൂക്ലിയോടൈഡ്സിനെ ജോയിൻ ചെയ്തേക്കുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി പറയണോ? റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ വരച്ച ന്യൂക്ലിയോടൈഡ് 1ഉം 2ഉം തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ലിങ്കേജ് ആണ്. അതായത് എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഫോർമേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത്രയും ബയോകെമിസ്ട്രി എന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് റെപ്ലിക്കേഷൻ മനസ്സിലാകണമെങ്കിൽ ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കാത്ത കൊണ്ടാണ് പലർക്കും റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ഒന്നും തലയിലോട്ട് കയറാത്തത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ക്ലാസ് ഫോളോ ചെയ്ത് മനസ്സിലാക്കുക. ചോദിക്കില്ല എന്നല്ല, ഫണ്ടമെന്റൽ ആയിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. ന്യൂക്ലിയോടൈഡ് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ന്യൂക്ലിയോസൈഡ് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. പല ചോദ്യങ്ങൾ ചോദിക്കാം. ബേസിക് ലെവലിൽ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണത്. അതുപോലെ ബോണ്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും നമ്പറുകളും ബോണ്ടുകളും ഒക്കെ പഠിച്ചിരിക്കണം. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെ ആണ് അത്. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്ക് സപ്പോസ് ഇത് മനസ്സിലാക്കാം. ദിസ് ഇസ് ന്യൂക്ലിയോടൈഡ് 1 അല്ലെ. ഇതാണ് ന്യൂക്ലിയോടൈഡ് 1. ഓക്കെ, ഈ ഷുഗർ നമുക്ക് ഇവിടെ നമ്പർ ചെയ്യാം. ന്യൂക്ലിയോടൈഡ് 1. ന്യൂക്ലിയോടൈഡ് 1ന്റെ ഇത് എത്രയാണ്? ഇതാണ് 3ാമത്തെ കാർബൺ ആറ്റത്തിലെ OH. ദിസ് OH ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ അറ്റാക്കിംഗ് ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ടോ ഈ OH ന്യൂക്ലിയോടൈഡ് 2 ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ന്യൂക്ലിയോടൈഡ് 2വിലെ കണ്ടോ, ന്യൂക്ലിയോടൈഡ് 2 താഴത്തതാണ്. കണ്ടോ, ഇതാണ് ന്യൂക്ലിയോടൈഡ് 2. ന്യൂക്ലിയോടൈഡ് 2വിലെ 5ാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. കണ്ടോ, 3 പ്രൈം 5ാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പൊ ഉണ്ടായ ഈ ബോണ്ട് കണ്ടോ, ഈ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ന്യൂക്ലിയോടൈഡ് 2 ആണെങ്കിൽ ഇത് ആരാണ്? ന്യൂക്ലിയോടൈഡ് 3 ആണ് അല്ലെ. ഇപ്പൊ ന്യൂക്ലിയോടൈഡ് 2ന്റെ 3 പ്രൈമിലെ OH ന്യൂക്ലിയോടൈഡ് 3ന്റെ 5 പ്രൈം കാർബണിലെ ഫോസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്തപ്പോ ഇവിടെ 2ാമത്തെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്
ഉണ്ടായി. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ പോളി ന്യൂക്ലിയോടൈഡ് ചെയ്യുന്നത്. പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ഫോം ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത്, നമ്മൾ പതുക്കെ റെപ്ലിക്കേഷനിലേക്ക് കിടക്കുവാണ്. നമുക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ട ഏറ്റവും ഫണ്ടമെന്റൽ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തീർന്നു എന്ന് വിചാരിക്കേണ്ട. റെപ്ലിക്കേഷൻ ബയോ കെമിസ്ട്രി എടുക്കുമ്പോൾ ഇൻഡെപ്ത് നമുക്ക് ഇതിനെ പറ്റി പഠിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ പതുക്കെ റെപ്ലിക്കേഷനിലേക്ക് കിടക്കുവാണ്. DNA റെപ്ലിക്കേഷൻ. അപ്പൊ അതിന് മുമ്പ് നമുക്ക് സെൻട്രൽ ഡോഗ്മ എന്താണെന്ന് പറയാം. നമുക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് അല്ലെ, DNA ഉണ്ട്. ഈ DNA നമ്മളൊരു പുതിയ കോശം ഉണ്ടാകും. നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ കൈ അവിടെ അല്ലെ, മുറിഞ്ഞ പോർഷൻ അവിടെ ഹീൽ ചെയ്യും. എങ്ങനെ ഹീൽ ചെയ്യും? അവിടെ പുതിയ കോശങ്ങൾ വന്നു. അപ്പൊ പുതിയ കോശങ്ങൾ ഉണ്ടാവണമെങ്കിൽ അല്ലെ, കോശത്തിനകത്ത് റൈബോസോം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്, അങ്ങനെയുള്ള സെൽ ഓർഗനലുകളൊക്കെ ഉണ്ട്. അതുപോലെ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? DNA ഉണ്ട്. അപ്പൊ പുതിയ കോശം ഉണ്ടാകുമ്പോൾ പുതിയ DNA ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ DNA-യിൽ നിന്ന് പുതിയ DNA ഉണ്ടാവുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? റെപ്ലിക്കേഷൻ എന്ന് വിളിക്കും. ഇതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ മോളിക്കുലർ ബയോളജിയിൽ ആദ്യത്തെ ഒരു സെഷൻസിൽ നമ്മൾ, ആദ്യത്തെ ക്ലാസ്സിലൊന്നും തീരില്ല, ഒരു 2-3 സെഷൻസ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മൊത്തം സെൻട്രൽ ഡോഗ്മയിലെ ഫസ്റ്റ് സ്റ്റെപ്പായി റെപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. DNA-യിൽ നിന്ന് DNA ഉണ്ടാവുക. മനസ്സിലായോ? കോപ്പി എടുക്കുക. അടുത്ത നമുക്ക് പറയേണ്ടത്, അതായത് ഇനി വരുന്ന സെഷൻസിൽ നമുക്ക് പിന്നെ പറയേണ്ടത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ആ സമയത്ത് ഈ ഒരു പോയിന്റ് സെൻട്രൽ ഡോഗ്മ ആഡപ്പ് ചെയ്ത് പോയാൽ പോരെ, എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവില്ലേ? അപ്പൊ നമുക്ക് അന്നേരം അതിനെപ്പറ്റി പറയാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്നു. നമ്മുടെ കൈ മുറിയുന്നു, പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നു, പുതിയ കോശങ്ങളിലേക്ക് വേണ്ട DNA ഉണ്ടാക്കുന്നു. ഓക്കെ. ഇപ്പൊ DNA റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം DNA കാണപ്പെടുന്നത്, വളരെ നീളത്തിലാണ് DNA ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും സാധിക്കാത്ത കോശത്തിനകത്ത് അതിന്റെയും ചെറുതായിട്ടുള്ള മർമ്മം അഥവാ ന്യൂക്ലിയസിനകത്ത് ചുരുട്ടിക്കൂട്ടി പാക്കറ്റുകളാക്കി ക്രോമസോമുകളാക്കിയിട്ടാണ് എന്തിരിക്കുന്നത്? DNA ഇരിക്കുന്നത് അല്ലെ. അപ്പൊ DNA ക്രോമസോം ആക്കണമെങ്കിൽ ഫസ്റ്റ് ഇതാ ഇങ്ങനെ ഇരിക്കുന്ന DNA അല്ലെ, ഇതാണ് നമ്മളുടെ DNA. അപ്രോക്സിമേറ്റ്ലി 2 മീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ DNA നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനെ ചുറ്റിയെടുക്കും. ഇത് അടുത്തൊരു ടോപ്പിക്കാണ്. എന്താണ്? ക്രോമസോമിന്റെ ജീനോം ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ DNA എന്തായിട്ട് മാറി? ഹിസ്റ്റോൺ പ്രോട്ടീനെ ചുറ്റി വലിഞ്ഞു. ഓക്കെ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ഓക്കെ. അടുത്ത ലെവൽ ഓഫ് സ്ട്രക്ചർ ആണ്. ഇപ്പൊ DNA എന്ത് ചെയ്തു? DNA വന്നു, ന്യൂക്ലിയോസോം ഹിസ്റ്റോൺ പ്രോട്ടീനെ ചുറ്റി വലിഞ്ഞു, അടുത്ത ഹിസ്റ്റോൺ പ്രോട്ടീനെ ചുറ്റി വലിഞ്ഞു, അടുത്തതിനെ ചുറ്റി വളഞ്ഞു. അപ്പൊ DNA നല്ല നീളം ഉണ്ടായിരുന്ന സ്ട്രക്ചർ ഒന്ന് ചെറുതായി അല്ലെ, ഒന്ന് ചെറുതായി. ഇത് പോരാ, നമ്മൾ അടുത്ത സ്ട്രക്ചറിൽ ഇതിനെ അടുത്ത ലെവൽ സ്ട്രക്ചറിലോട്ട് പോയി ഒന്ന് റൗണ്ട് അപ്പ് ചെയ്തു. ഓക്കെ. ഇതാ ഇങ്ങനെ ആയി, ഇങ്ങനെ വിചാരിച്ചോളൂ. അപ്പൊ ഇതാണ് അടുത്ത ലെവൽ സ്ട്രക്ചർ. അപ്പൊ ഒന്നുകൂടെ ചെറുതായി. ഓക്കെ. ഇതിന്റെ പേരൊക്കെ ഉണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അടുത്ത സ്റ്റെപ്പില് ഇത് ഈ പറയുന്ന സ്ട്രക്ചർ ഒന്ന് ലൂപ്പ് ഔട്ട് ചെയ്യും. ഇതാ ഇങ്ങനെ അടുത്തു വന്നു, കണ്ടോ? അപ്പൊ ഒന്നുകൂടെ ചെറുതായി. ഫൈനലി ഇവർ എന്തായിട്ട് മാറും? ഇതാ ഇങ്ങനെ കണ്ടൻസ് ചെയ്ത്, ഓരോന്നും ഹൈലി കണ്ടൻസ്ഡ് ലൂപ്പാണ്. അങ്ങനെയുള്ള ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോം ആയിട്ട് മാറി. ഇപ്പൊ നമ്മുടെ DNA എവിടെ? നമ്മുടെ DNA ഹിസ്റ്റോണിനെ ചുറ്റി ലൂപ്പൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുക, നല്ല കോമ്പാക്ട് ആയിട്ട് അടുക്കി വെച്ചേക്കുവാണ്. ഇങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ചിരിക്കുന്ന DNA-ക്ക് അകത്ത് നിന്നും നമുക്ക് കോപ്പി എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സെറോക്സ് എടുക്കുന്ന എങ്ങനെയാ? എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ട് അല്ലെ, പിന്നെല്ലാം അഴിക്കും. എന്നിട്ട് ഓരോ പേജ് വൈസ് ആണ് നമ്മൾ കോപ്പി എടുക്കുന്നത്, ഫോട്ടോ കോപ്പി എടുക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇതാ ഇപ്പൊ ചുരുട്ടി കൂട്ടി വെച്ചിരിക്കുന്ന ക്രോമസോമിനെ അഴിച്ചഴിച്ച് കൊണ്ടുവന്ന് സെപ്പറേറ്റ് DNA ആക്കി മാറ്റണം അല്ലെ. എന്നിട്ട് മാത്രമേ നമുക്ക് അതിനെ കോപ്പി എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോഴാണ് DNA കോപ്പി എടുക്കുന്ന എൻസൈമിന് ആ സ്ട്രാൻഡുകളെ എല്ലാം നന്നായിട്ട് വായിക്കാൻ പറ്റുക അപ്പോഴാണ്. അപ്പോ അങ്ങനെ ക്രോമസോമിനെ നമ്മള് ഒന്ന് ലൂസൺ ചെയ്ത് അല്ലെ, ലൂസൺ ചെയ്ത് വരും. എന്നിട്ട് നമ്മൾ ഈ DNA എന്ത് ചെയ്യും? DNA സ്ട്രാൻഡിനെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യും, അനീലിംഗ് ചെയ്യും, അല്ലെങ്കിൽ അനീലിംഗ് അല്ല, ഡീനേച്ചർ ചെയ്യും എന്ന് പറയാം. ഓക്കെ. ഇതാ 2 സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്തു. നമ്മൾ ഇപ്പൊ പഠിച്ച പോളിന്യൂക്ലിയേറ്റഡ് ചെയിൻ 1, പോളിന്യൂക്ലിയേറ്റഡ് ചെയിൻ 2, അങ്ങനെ 2 ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇതാണ് ഇവിടെ നോട്ടിൽ തന്നിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ് മനസ്സിലാവുമല്ലോ അല്ലെ. അപ്പൊ ഡ്യൂറിങ് DNA replication what will happen? 2 കോംപ്ലിമെന്ററി സ്ട്രാൻഡ്, 2 സ്ട്രാൻഡിനെ നമ്മൾ എന്ത് ചെയ്തു? പുൾഡ് അപ്പാർട്ട്, സെപ്പറേറ്റ് ചെയ്തു.
ഇത് ചെയ്യുന്നത് ഫുൾ അപ്പാർട്ട് വലിച്ചു നീട്ടുമല്ല, ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ് ഹെലിക്കേസ് എൻസൈം. അല്ലെ, നമ്മുടെ സിബ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ ഇതാ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന DNA നടുക്കൂടെ ഹെലിക്കേസ് ഒന്ന് കടന്നു പോകും. അപ്പൊ എന്ത് പറ്റും? 2 സ്ട്രാൻഡ് സെപ്പറേറ്റഡ് ആവും. മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 2 സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി ഈ പറയുന്ന കോപ്പി ചെയ്യുന്ന മെഷീനറിക്ക് എൻസൈമിന് ഇതിലൂടെ കടന്നു പോവാം, ഈ സ്ട്രാൻഡിനെ വായിക്കാം, പുതിയ കോപ്പി ഉണ്ടാക്കാം. മനസ്സിലായോ? അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി, ഇത് പാരന്റ് സ്ട്രാൻഡ് ആണ്, ഇതിൽ നിന്നാണ് നമ്മൾ കോപ്പി എടുക്കാൻ പോകുന്നത്. നൗ ഇവിടുന്ന് ഇതിനെ ഒരു ടെംപ്ലേറ്റ് ആക്കി വെച്ചുകൊണ്ട് ഇൻഫോർമേഷനെ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ഇൻഫോർമേഷനെ അല്ലെങ്കിൽ പുതിയ കോപ്പി ഇവിടെ ഉണ്ടാക്കാം. പുതിയ ഡോട്ടർ സ്ട്രാൻഡിനെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? അപ്പം നമ്മൾ പറഞ്ഞത് അത്യാവശ്യം എല്ലാം തന്നെ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, റെപ്ലിക്കേഷനിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടക്കം ഇട്ടു. 2 സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 കാണാം. താങ്ക് യു.